അന്നദാനത്തിന് 3 വട്ടം തിന്നിട്ടും തീർന്നിട്ടില്ല അവൻ്റെ ആക്രാന്തം. അച്ചാറ് കിട്ടാത്തതിന് അടി ഉണ്ടാക്കുക. 4, 5, 6 ആൾക്കാരൊക്കെ തല്ലിയണത് അച്ചാറ് കിട്ടാത്തതിന്. എന്താ പോൻ്റെയൊക്കെ കഥ? ഇവനൊക്കെ അച്ചാർ ബക്കറ്റിൽ മുക്കിയെടുക്കണം, വല്ലാത്ത ജാതി. ആലപ്പുഴയിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിനിടെ അച്ചാറ് നൽകാത്തതിന് ക്ഷേത്ര ഭാരവാഹിക്ക് മർദ്ദനമെന്ന് പരാതി. തടയാനെത്തിയ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റു. ആലപ്പുഴ സ്വദേശി അരുണിനെതിരെ പോലീസ് കേസെടുത്തു. മനീഷ് ഭായിബാലു വിവരങ്ങൾ വെച്ചിരുന്നു. മനീഷ്, അച്ചാർ പ്രേമിയാണ് ഞാനും. നമ്മളും കൂടെ അച്ചാർ ചുമ്മാ ചോദിക്കും. അപ്പൊ അത് പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞ് കടന്നു കഴിയല്ലേ? എന്താ സംഭവം? യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഹാഷ്മി, ഇവിടെ ഈ അരുൺ കിച്ചു എന്ന് പറയുന്ന ആള് 1, 2, 3 വട്ടം ഈ അന്നദാനത്തിന് അവിടെ വന്ന് ആഹാരം കഴിച്ചു. ഉച്ചയ്ക്ക് സദ്യയായിരുന്നു, അത് കഴിച്ചു എന്നാണ് ഈ ഭാരവാഹികളും ഈ മർദ്ദനമേറ്റ പരാതിക്കാരിയായിട്ടുള്ള അർച്ചന കൂടി പറയുന്നത്. അവിടെയുള്ള കുട്ടികൾ കൂടി പറയുന്നുണ്ട് 2 തവണ ഇവരുടെ കൂടെ ഒപ്പമിരുന്ന് കഴിച്ചതാണ്. അപ്പോൾ ഇയാളുടെ പ്രശ്നം 2 തവണ ആഹാരം കഴിച്ചപ്പോൾ ഇയാൾക്ക് മതിയാവണ്ണം അച്ചാർ ലഭിച്ചില്ല എന്നാണ്. അങ്ങനെ 3ാമതും ആഹാരം കഴിക്കാൻ വന്നപ്പോൾ ഈ അച്ചാർ തീർന്നുപോയി. അങ്ങനെ ഒരു ക്ഷേത്രത്തിലെ അവിടുത്തെ ഒരു ഭാരവാഹിയായ ബാബുവുമായി അവിടെ വെച്ച് തർക്കമുണ്ടായി. ഇതിനിടയിലേക്കാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായിട്ടുള്ള മുൻ ഭാരവാഹി രാജേഷ് അവിടേക്ക് എത്തുന്നത്. രാജേഷിന്റെ 2 കാലം നേരത്തെ ഒരു അപകടം പറ്റി കമ്പി ഇട്ടിരിക്കുകയാണ്. രാജേഷിനെ അവിടെ വെച്ച് ഇയാൾ അച്ചാർ ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ രാജേഷിനെ ഇയാൾ അവിടെ വെച്ച് മർദ്ദിച്ചു. ഇതിന് തടസ്സം പിടിക്കാൻ വന്ന അർച്ചനയെയും ഇയാൾ മർദ്ദിച്ചു. അങ്ങനെ അച്ചാറിന്റെ പേരിൽ ഒരു അന്നദാനം നടന്ന ആലപ്പുഴ വെള്ളക്കണ്ടനുള്ള ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിൽ മൊത്തം ഒരു അക്രമ അന്തരീക്ഷം തന്നെ ഇയാൾ സൃഷ്ടിച്ചു.